എനിക്ക് പിന്നിൽ കാണുന്നതാണ് പുതുപ്പള്ളിയിലെ വിവാദമായ കമ്മ്യൂണിറ്റി ഹാൾ. ഈ ഹാളിൽ നിന്ന് 100 മീറ്റർ പോലും ദൂരമില്ല നിർമ്മാണത്തിലിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക്. ഉമ്മൻചാണ്ടിയുടെ വീട്ടിന് മുന്നിൽ EMSന്റെ പേരിൽ ഒരു ഹാൾ വരുന്നു എന്നൊരു രാഷ്ട്രീയം കൂടി പുതുപ്പള്ളിയിൽ ചർച്ചയാകുന്നുണ്ട്. 1980-ൽ ഉമ്മൻചാണ്ടിയാണ് കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനം തുടങ്ങിയത്. ഉമ്മൻചാണ്ടി തുടങ്ങിയ ഹാളിന് EMSന്റെ പേരിടുന്നതിനെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. നിലവിൽ ഹാളിന്റെ നവീകരണം മാത്രമാണ് LDFന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. പുതുപ്പള്ളിയിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ പുതുപ്പള്ളിയുടെ കമ്മ്യൂണിറ്റി ഹാള് കൊണ്ടുവരുവാൻ അദ്ദേഹം വലിയ പ്രവർത്തനം നടത്തി. അദ്ദേഹം കൊണ്ടുവന്നതാണ്, അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി എഫേർട്ട് അതിനകത്തുണ്ട്. അതേസമയം 1 കോടി രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചാണ് ഹാളിന്റെ നവീകരണം നടത്തിയതെന്നും ആരുടെ പേരിടണം എന്ന് തീരുമാനിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയാണെന്നും CPM വിശദീകരിക്കുന്നു. ഇതിനൊരു വിവാദമായിട്ടാണ് വരുന്നത്. EMSന്റെ പേരിടുന്നതിന് തീരുമാനമെടുത്ത ശേഷം ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത് ഗ്രാമപഞ്ചായത്തിന്റെ ഡിസിഷനാണ്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുള്ള അവകാശമുണ്ട്. വിവാദം ശക്തമായതോടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പേരുമാറ്റം വോട്ടെടുപ്പിനിട്ടു. കോൺഗ്രസിന് BJP പിന്തുണ കൂടെ ലഭിച്ചതോടെ വോട്ടെടുപ്പ് തുല്യതയിലായി. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ച് EMSന്റെ പേര് കമ്മ്യൂണിറ്റി ഹാളിനിടാൻ തീരുമാനിക്കുകയായിരുന്നു. വരുന്ന ചൊവ്വാഴ്ച മന്ത്രി MP രാജേഷ് ഹാളിന് EMSന്റെ പേര് നൽകും. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.